നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. മൂന്നാറിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ കർശന നടപടികൾ ആരംഭിക്കുവാൻ ദേവികുളത്ത് ചേർന്ന ഉന്നതതല ഗതാഗത ഉപദേശക സമിതി യോഗത്തിൽ തീരുമാനം. 15 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണമുണ്ടായ ശേഷം നടത്തുന്ന സർവകക്ഷി യോഗങ്ങൾ പ്രഹസനമാകുന്നതായി നാട്ടുകാർ. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകാനുള്ള തീരുമാനം മാത്രമാണ് യോഗത്തിലുണ്ടാകുന്നത്. ശാശ്വത പരിഹാരമുണ്ടാകുന്നില്ലെന്നും ആരോപണം. ചിന്നക്കനാൽ 301 കോളനി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ 2002 AK ആന്റണി സർക്കാരിന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന് പിന്തുണയുമായി പ്രാദേശിക CPIM നേതൃത്വം. ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് വനിതാ വിംഗ് ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനം നൽകി. ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാൻ മഫ്തിയിൽ ഉൾപ്പെടെയുള്ള പോലീസിന്റെ സേവനം നിർബന്ധമാക്കണമെന്ന വനിതാ വിംഗ് പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുവാൻ കർശന നടപടികൾ ആരംഭിക്കുവാൻ ദേവികുളത്ത് ചേർന്ന ഉന്നതതല ഗതാഗത ഉപദേശക സമിതി യോഗത്തിൽ തീരുമാനമായി. 15 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനാണ് എഫ് രാജ MLA നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ തീരുമാനം. മൂന്നാറിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ദേവികുളത്ത് ചേർന്ന ഉന്നതതല ഗതാഗത ഉപദേശക സമിതി യോഗത്തിൽ തീരുമാനമായി. യോഗ തീരുമാനങ്ങൾ 30 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കുവാനാണ് എഫ് രാജ MLA നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ട്രാഫിക് കമ്മിറ്റിയിൽ വന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാക്സിമം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ തവണ ഈ ട്രാഫിക് കമ്മിറ്റി കൂടിയിട്ട് ഒരു തീരുമാനം ആയില്ലെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയുന്നത് കേട്ടത്. ഇപ്പം ഞങ്ങളെല്ലാം കൂടി പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, 3 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എടുത്ത തീരുമാനങ്ങൾ മൂന്നാറെ കുറിച്ച് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്, പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അന്ന് ടോപ്പേഷനുള്ള പ്രശ്നങ്ങൾ എല്ലാം അറിയാം. ഇപ്പം ഞങ്ങൾ എടുത്ത തീരുമാനം ക്ലിയർ ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അത് തീരുമാനവും ആവും. ദേശീയപാതയിൽ പഴയ മൂന്നാർ KSRTC ഡിപ്പോയുടെ മുൻഭാഗത്ത് നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ചുമതല മോട്ടോർ വാഹന വകുപ്പിനെ ഏൽപ്പിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിൽ പ്രധാന റോഡുകളിൽ ഒരു വശത്ത് മാത്രം വാഹന പാർക്കിംഗ്. വഴിയോര കച്ചവടങ്ങൾ 30 മുമ്പ് നീക്കം ചെയ്യും. ഇതിനായി ദേശീയപാത പൊതുമരാമത്ത് വകുപ്പുകളെ ചുമതലപ്പെടുത്തി. മൂന്നാർ ദേവികുളം പള്ളിവാസൽ പഞ്ചായത്തുകളിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ നമ്പറോട് കൂടിയ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ മാത്രമേ സ്റ്റാൻഡുകളിൽ ഓടാൻ അനുവദിക്കൂ. ടൗണുകളിൽ ഒരു നിരയിൽ മാത്രമേ ഓട്ടോകൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. രാജമല, മാട്ടുപ്പെട്ടി റോഡിലെ ഫ്ലവർ ഗാർഡൻ എന്നിവിടങ്ങളിൽ പാതയോരത്ത് വാഹനങ്ങൾ നിർത്തിയിടാൻ അനുവദിക്കില്ല. സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യണം. രാജമല 5-ാം മൈലിൽ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കും. അടിമാലി ഭാഗത്തു നിന്നും വരുന്നതും പോകുന്നതുമായ വാഹനങ്ങൾ ബൈപ്പാസ് റോഡ് വഴി വൺ വേ സംവിധാനം ഏർപ്പെടുത്തും തുടങ്ങിയ തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത്. തീരുമാനങ്ങൾ 19-ന് മൂന്നാറിൽ വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ കമ്മിറ്റിയിൽ വിശദീകരിക്കും. യോഗത്തിൽ ദേവികുളം സബ് കളക്ടർ VM ആര്യ, തഹസിൽദാർ, മൂന്നാർ ദേവികുളം മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ. സിറ്റി വിഷൻ മൂന്നാർ. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണമുണ്ടായ ശേഷം നടത്തുന്ന സർവകക്ഷി യോഗങ്ങൾ പ്രഹസനമാകുന്നതായി നാട്ടുകാർ. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുന്നതിനുള്ള തീരുമാനം മാത്രമാണ് യോഗത്തിൽ ഉണ്ടാകുന്നത്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ യാതൊരു നടപടി ഉണ്ടാകുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ചിന്നക്കനാൽ ഇതുവരെ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത് 47 ജീവനുകൾ. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മാത്രം കൊല്ലപ്പെട്ടത് 11 പേര്. ഇതിൽ അവസാനത്തെ ഇരയാണ് ചിന്നക്കനാൽ സിംഗകണ്ഠത്തെ മാരി. കാട്ടാന ആക്രമണത്തിൽ ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോഴും പ്രതിഷേധമുയരും. പിന്നെ സർവകക്ഷി യോഗം, ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും രോഷപ്രകടനം, ഉദ്യോഗസ്ഥരുടെ വാഗ്ദാനങ്ങൾ, അവസാനം മരിച്ചവരുടെ ആശ്രിതർക്കുള്ള ധനസഹായ പ്രഖ്യാപനം. ഇതോടെ യോഗം അവസാനിക്കും. ഒപ്പം പ്രതിഷേധങ്ങളും. 1 വർഷത്തിനിടെ ചേർന്നത് 8 യോഗങ്ങൾ. പക്ഷേ പ്രശ്ന പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല. മരണം നടക്കുമ്പോൾ ഇവിടുന്ന് വരും കുറേ ആളുകൾ ഓടി വന്നു കൂടും, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും, ശവം അടക്കാനുള്ള തീരുമാനം ഉണ്ടാക്കും. അങ്ങനെ ഒരു തീരുമാനം കൊണ്ട് ജനത്തിന് തന്നെ കാര്യം? ജനത്തിന് അങ്ങനെ ഒരു കാര്യം കൊണ്ട് കാര്യമില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, ഒരു സജഷനോ പറയാൻ ഇവർക്ക് പറ്റിയല്ല. വിദഗ്ധ സമിതിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് വന്ന വിദഗ്ധ സമിതി മുഴുവൻ മനുഷ്യനെ ഉപദ്രവിക്കുകയും ചെയ്ത്. 3 ഏക്കർ മാത്രം വനഭൂമിയുള്ള ചിന്നക്കനാലിൽ 17 ആനയുണ്ടെന്നാണ് പറയുന്നത്. 3 ഏക്കർ വനഭൂമി, ബാക്കി ജനങ്ങൾ നട്ടുപിടിക്കണ ഏലത്തോട്ടത്തിലാണ് ആനയുടെ കളി. ചിന്നക്കനാലിൽ ചുരുങ്ങിയ പ്രദേശത്തുള്ളത് വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം 18 കാട്ടാനകളാണ്. എന്നാൽ നാട്ടുകാർ പറയുന്നത് 25ഓളം ഉണ്ട് എന്നുള്ളതാണ്. ഇവയിൽ പലതും ആക്രമണകാരികളുമാണ്.
ഏത് നിമിഷവും കാട്ടാനകൾ ചവിട്ടിമെതിക്കുമെന്ന ഭീതിയിൽ കഴിയുന്ന നാട്ടുകാർ. ഇവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ സർവകക്ഷി യോഗങ്ങൾക്ക് ഒരിക്കൽ പോലും കഴിയാറില്ല. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ചിന്നക്കനാൽ 301 കോളനി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ 2002 AK ആന്റണി സർക്കാരിന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. ഈ തീരുമാനമാണ് ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം രൂക്ഷമാക്കിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്നത്തെ UDF സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. വിവിധ പദ്ധതികൾക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരും സ്വന്തമായി ഭൂമിയില്ലാത്തവരുമായ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ ചിന്നക്കനാൽ മേഖലയിൽ 1490 ഏക്കർ ഭൂമി പതിച്ചു നൽകാനായിരുന്നു 2002 AK ആന്റണി സർക്കാരിന്റെ തീരുമാനം. എന്നാൽ 810 ഏക്കർ ഭൂമി മാത്രമാണ് റവന്യൂ വകുപ്പിന് കണ്ടെത്താനായത്. 301 കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ 17 ഒരേക്കർ വീതം ഭൂമി പതിച്ചു നൽകി. ഇതാണ് 301 കോളനി. കാട്ടാനകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. ഇവിടം ജനവാസ മേഖലയായതോടെ കാട്ടാനകൾ പുറത്തായി. ഇവ ചിന്നക്കനാൽ, ശാന്തൻപാറ തുടങ്ങിയ ജനവാസ മേഖലകളിൽ താവളമാക്കി. കഴിഞ്ഞ 20 വർഷത്തിനിടെ ചിന്നക്കനാൽ മേഖലയിൽ 47 പേരെ കാട്ടാനകൾ കൊലപ്പെടുത്തി. 301 കോളനി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകുവാനുള്ള AK ആന്റണി സർക്കാരിന്റെ തീരുമാനമാണ് പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു ആരോപിക്കുന്നു. സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് 301 കോളനി. അത് അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലാണ് അവിടെ ആളുകളെ ഒരേക്കർ വെച്ചിട്ട് 301 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശയുടെ പേരിൽ ഉണ്ടായ തീരുമാനമാണ്. അവരുടെ കുരുട്ടുബുദ്ധിയിൽ ഉദിച്ച ഒരു വിഷയമായിരുന്നു 301 കോളനി. സ്ഥിരമായി ആന താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഈ ആളുകളെ താമസിക്കാനായിട്ട് കോളനൈസേഷൻ സ്കീം വെച്ചിട്ട് കൊടുത്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ആന അവിടുന്ന് ഇറങ്ങി ആനയ്ക്ക് താമസിക്കാനുള്ള സ്ഥിരതാമസം മാറിക്കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുന്നു. 282 കുടുംബങ്ങൾക്കാണ് 301 കോളനിയിൽ പട്ടയം നൽകിയത്. ഇവിടെ 117 വീടുകൾ പണിതു. എന്നാൽ വന്യമൃഗശല്യത്തെ തുടർന്ന് പലരും വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ അവശേഷിക്കുന്നത് 90 കുടുംബങ്ങൾ മാത്രം. 301 കോളനിയിൽ നിന്ന് അവശേഷിപ്പിക്കുന്നവരെയും മാറ്റിപ്പാർപ്പിച്ച് ഇവിടം വനമാക്കി നിലനിർത്തണമെന്ന ആവശ്യമാണ് DCC പ്രസിഡന്റ് അടക്കം മുന്നോട്ട് വെക്കുന്നത്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ചിന്നക്കനാലിലെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് 301 കോളനിയിലെ ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ രാഷ്ട്രീയ അതിരുകൾ മറികടന്ന അപൂർവമായ നിലപാട് രൂപപ്പെടുന്നു. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ CP മാത്യു മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് CPIM പ്രാദേശിക നേതൃത്വം പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. 301 കോളനിയിലെ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമി സർക്കാർ തിരികെ ഏറ്റെടുക്കണമെന്ന CP മാത്യുവിന്റെ ആവശ്യം 100% ശരിവെക്കുന്നതാണെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം VX ആൽബിൻ വ്യക്തമാക്കി. ഞങ്ങൾ CP മാത്യു DCC പ്രസിഡന്റ് എടുത്ത നിലപാടിനോട് യോജിക്കുന്ന ആളുകളാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇടപെടലുണ്ടായാൽ ചിന്നക്കനാൽ മേഖലയിലെ CPMന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ അതിന് പരിപൂർണ്ണ പിന്തുണ കൊടുക്കും. അങ്ങേര് പറഞ്ഞിരിക്കുന്ന കാര്യം സത്യസന്ധമായ കാര്യമാണ്. AK ആന്റണി ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയതാണെന്നും AK ആന്റണി ഗവൺമെൻറ് കാര്യങ്ങൾ പഠിക്കാതെ ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് കേട്ടിട്ട് കാര്യം പഠിക്കാതെ നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ 46 പേരോളം ആനയെ വെട്ടി ചാകാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. അവിടെ ഇപ്പോൾ 380 ഏക്കർ പന്തടിക്കളം ആദിവാസികൾക്ക് ഭൂമി കൊടുത്തെങ്കിലും ആ ഭൂമിയിൽ നിന്ന് അവരൊന്നും താമസിക്കുന്നില്ല. ആനകളുടെ സ്ഥിരം താവളമായിരുന്ന പ്രദേശത്ത് മനുഷ്യവാസം അനുവദിച്ചത് AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദീർഘവീക്ഷണമില്ലായ്മയും CP മാത്യുവിന്റെ വിമർശനവും CPIM അംഗീകരിച്ചു. സർവകക്ഷി യോഗത്തിൽ DCC പ്രസിഡന്റ് അവതരിപ്പിച്ച നിലപാടുകൾ പൂർണ്ണ പിന്തുണ നൽകുന്നതായി വ്യക്തമാക്കിയ CPIM നേതാക്കൾ 301 ഉന്നതിയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിന് സർക്കാർ നടപടി ആരംഭിക്കുന്നുവെങ്കിൽ അതിന് ശക്തമായ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അപൂർവ ഐക്യം വിഷയത്തിന് പുതിയ ദിശ നൽകുമെന്നതാണ് വിലയിരുത്തൽ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് വനിതാ വിങ് ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനം നൽകി. ജില്ലാ ആസ്ഥാന മേഖലയിൽ ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാൻ മഫ്തിയിൽ ഉൾപ്പെടെ പോലീസിന്റെ സേവനം നിർബന്ധമാക്കണമെന്ന് വനിതാ വിങ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 മാസമായി ചെറുതോണി ടൗൺ കേന്ദ്രീകരിച്ച കൗമാരക്കാരും യുവാക്കളും ഉൾപ്പെടുന്ന ഒരു സംഘം ലഹരിയുടെ സ്വാധീനത്തിൽ ആക്രമണങ്ങളും അസാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കിയിരിക്കുകയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾക്കും വ്യാപാരികൾക്കും സുരക്ഷാ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ടെന്നും പരാതിയിൽ പറയുന്നു. അംഗങ്ങളിൽ നിന്ന് ഒപ്പുകൾ ശേഖരിച്ച ശേഷമാണ് വനിതാ വിംഗ് പ്രവർത്തകർ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ
SP DYSPക്ക് നിർദ്ദേശം നൽകി. അടുത്തിടെ ഇറച്ചി വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരിയെ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവവും ഗ്രാമപഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവറെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവവും പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ സംഘങ്ങൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് പരിക്കേറ്റ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്ന സംഭവവും കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത്. ചെറുതോണി ടൗണിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നതെന്നും വഴിയാത്രക്കാരെ അസഭ്യം പറയുക, സ്ത്രീകൾക്ക് നേരെ മോശം ആംഗ്യങ്ങൾ കാണിക്കുക, പൊതുസ്ഥലങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക തുടങ്ങിയ പരാതികൾ നിരന്തരം ഉയരുന്നതായും നിവേദനത്തിൽ പറയുന്നു. സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്കുള്ളതായി പറയപ്പെടുന്ന വിവിധ ബന്ധങ്ങളെക്കുറിച്ചും സമഗ്രമായി അന്വേഷണം നടത്തണമെന്നും പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ടൗണിലും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും പോലീസ് പെട്രോളിംഗും മഫ്തി പരിശോധനയും ശക്തമാക്കണമെന്നും വനിതാ വിംഗ് ആവശ്യപ്പെട്ടു. കൂടാതെ കുറ്റകൃത്യങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ നിരന്തര നിരീക്ഷണം ഏർപ്പെടുത്തി ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടതായി വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ആഗ്നസ് ബേബി പറഞ്ഞു. പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഒത്തിരി കുട്ടികളുടെ ഭാവി അവതളത്തിലാകുന്നുണ്ട്. ഒപ്പം ആ പോസ്റ്റ് ഓഫീസ് പോണക്കുള്ള ആ ഭാഗത്തെ താമസക്കാർക്ക് ഇന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഒന്നും താമസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് വന്നിരിക്കുന്നത്. കാരണം ഭയങ്കര ബഹളമെന്നായിരുന്നു. രാത്രി മുഴുവനും ഒച്ചപ്പാടും തെറിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ്. നമുക്കവിടെ മുന്നോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. വ്യാപാരി സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും വിവിധ സാമൂഹ്യ സംഘടനകളും വിഷയത്തിൽ പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ നാടിന്റെ സുരക്ഷയും പൊതുസമാധാനവും മുൻനിർത്തിയാണ് വനിതാ വ്യാപാരികൾ മുന്നിട്ടിറങ്ങിയത്. സിറ്റി വിഷൻ ഇടുക്കി. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ല. വിവരം ലഭിച്ചാൽ പോലീസിനെ അറിയിക്കുവാൻ മടിക്കരുതെന്ന റോയ് കെ പൗലോസ് MLA. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോയ് കെ പൗലോസ്. മയക്കുമരുന്നുകളുടെയും രാസലഹരികളുടെയും ഉപയോഗത്തിലേക്ക് യുവതലമുറ വ്യാപകമായി വഴുതി വീഴുന്ന സാഹചര്യത്തിൽ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് റോയ് കെ പൗലോസ് MLA പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഹരി വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാൻ ആരും മടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ ചില പണക്കുതിയന്മാർ ലഹരി വിപത്ത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും തെറ്റാരുടെ ഭാഗത്തു നിന്നായാലും നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്നും MLA വ്യക്തമാക്കി. ലഹരി വ്യാപനത്തിനെതിരെ പൊതുസമൂഹവും യുവജനങ്ങളും രക്ഷിതാക്കളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്നടുത്തതേ ഇന്ന കുഴപ്പം നടക്കുന്നു, ഇല്ലെങ്കിൽ ഇന്ന കടയിലുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന വീട്ടിലുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന ആളുകൾ ചെയ്യുന്നു, നിങ്ങളത് അറിയിക്കാം. അത്തരമുള്ള ഏത് ആളുകളാണേലും പണത്തോടുള്ള ആർത്തി മൂത്ത ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ആ സംവിധാനത്തെ തകർക്കേണ്ടത് നമ്മളിൽ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് അറിയിക്കണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ വിജയത്തെ മുഴുവൻ കുട്ടികളെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ്, പോസ്റ്റർ രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ, കായിക, കലാമേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പൽ, വിജി കണ്ണൻ, ബിജു നില, AP ഉസ്മാൻ, സെലിൻ വിൽസൺ, റിൻസി സിബി, പ്രഭാ തങ്കച്ചൻ, ടിൻഡു സുഭാഷ്, അമ്മിണി ജോസ്, സിബി തകരപ്പള്ളി, സിജി ചാക്കോ, ജോസഫ് പാലക്കാട്ടിൽ, രവി സുധാകരൻ, നൌഷാദ് ടി എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ചെമ്പക്കപ്പാറ NSS കരയോഗത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ നിയമപരമായി നേരിടുമെന്ന കരയോഗം ഭാരവാഹികൾ. കരയോഗത്തിൽ പ്രവർത്തിക്കാത്തവരും പുറത്തുപോയവരും ഒത്തുചേർന്ന് കരയോഗം കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. ലഹരി വസ്തുക്കൾ മന്ദിരത്തിൽ സൂക്ഷിച്ചു എന്നതുൾപ്പെടെയുള്ള വ്യാജ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. നിരവധി ആളുകൾ കൂട്ടം കൂടി നിന്ന സംഘർഷാവസ്ഥയിൽ ഒരാൾ ലഹരി വസ്തുക്കൾ അടങ്ങിയ ചാക്കുമായി പുറത്തേക്ക് പോയി എന്ന് പറയുന്ന യുക്തിക്ക് നിരക്കാത്തതാണ്. പോലീസ് എത്തിയ ശേഷം ഒരാളെ ദൂരെ നിന്നും ചാക്കുമായി എത്തുകയും ഇത് മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചതാണെന്ന് ആരോപിക്കുകയുമായിരുന്നു. എന്നാൽ ഇത് തുറന്നു പരിശോധിക്കാതെ പോലീസ് കൊണ്ടുപോയി.
കുടുംബമായി ജീവിക്കുന്ന വ്യക്തികളെ സംഘടനയിലെ പ്രശ്നങ്ങളുടെ പേരിൽ സമൂഹത്തിനു മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്ന നടപടികൾക്കെതിരെ പോലീസിൽ പരാതി നൽകും. ഈ കരയോഗ മന്ദിരത്തിൻ്റെ അവിടുന്ന് മെയിൻ റോഡ് സൈഡിലുള്ള വെയിറ്റ് സ്റ്റഡിൻ്റെ അവിടുന്ന് ഒരു ചാക്കിൻ്റെ അകത്ത് ഒരു സാധനം കൊണ്ടുവന്ന് ചാക്ക് കെട്ടോടെ കൊണ്ട് സിയുടെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇത് ഇവിടെ കരയോഗ മന്ദിരത്തിൽ നിന്ന് ഇപ്പം വന്ന ഒരാളെ എടുത്ത് എറിഞ്ഞ ഒരു സാധനമാണ്, സാർ ഇതൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവർ അവിടെ ഒരു പേര് പറഞ്ഞു. ആ പേരുന്ന സി എഴുതാൻ നോക്കിയിട്ട് പറഞ്ഞു ആ സാധനം എടുത്ത് വണ്ടിയിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞു. അവിടുത്തെ ഒരു പോലീസുകാരൻ ആ സാധനം എടുത്ത് സിയുടെ വണ്ടിയിലേക്ക് വെച്ചു. അപ്പോൾ അവർ പറയുന്നത് നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളാണ് എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അവിടെ സി അത് തുറന്ന് കാണിക്കുകയോ അവിടെ നിന്നൊരു ഇത് ബോധ്യപ്പെടുത്തുകയോ ഞങ്ങളെ ആരെയും ബോധ്യപ്പെടുത്തുകയോ അവരെ ബോധ്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് സി അവിടുന്ന് ആ സമയത്ത് കൊണ്ടുപോയി അവിടെ വണ്ടി വെച്ച് കൊടുത്ത് ഞങ്ങളോട് പിറ്റേ ദിവസം ഞങ്ങളോട് പറഞ്ഞിരുന്നത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ തങ്കമണിക്ക് വരണം, തങ്കമണിക്ക് വന്ന് നമുക്ക് സംസാരിക്കാം. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കരയോഗ നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി കരയോഗത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ സ്വയം രാജിവെച്ചൊഴിഞ്ഞ ആളാണെന്നും സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ച് കരയോഗ മന്ദിരം കൈവശപ്പെടുത്തുമെന്ന ഈ വ്യക്തി പറയുന്നതിന്റെ ശബ്ദ സന്ദേശം തങ്ങളുടെ കയ്യിലുണ്ടെന്നും പ്രസിഡന്റ് BP ഗിരീശൻ നായർ, ES ശ്രീകാന്ത്, PG മനോജ് കുമാർ, അനീഷ് കുമാർ, ബിനു തങ്കപ്പൻ, PV സുനിൽകുമാർ എന്നിവർ പറയുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ദേവിയാർ പുഴയിൽ മാലിന്യം അടിഞ്ഞുകൂടി വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 16, 17 വാർഡുകളിൽ ബന്ധിപ്പിക്കുന്ന ചുറ്റിയാപ്പാറ മൂകാംബിക നഗർ പാലത്തിന്റെ തൂണുകളിലാണ് ഒഴുകി വന്ന ഇല്ലിക്കഷ്ണങ്ങൾ തടഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 16, 17 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ചുറ്റിയാപ്പടി മൂകാംബിക നഗർ പാലം. ഈ പാലത്തിന്റെ തൂണുകളിലാണ് രാവിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം അടിഞ്ഞുകൂടി പുഴയുടെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത്.
നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാംസ മാലിന്യങ്ങളും തുണികളുമാണ് പാലത്തിന്റെ തൂണുകളിൽ തങ്ങിയത്. തുടർന്ന് മെമ്പർമാരായ ഷെർലി ജോസഫ്, ജോസ്ന ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നമ്മൾ എല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങളെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട്. കുപ്പികൾ ഉൾപ്പെടെ, ചില്ലുകൾ ഉൾപ്പെടെ, ബാഗ്, ചെരുപ്പ് എന്ന് വേണ്ട ഒരു വീട്ടിലേക്കുള്ള എല്ലാവിധ സാധനങ്ങളും, ഫുഡ് വേസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത്തരത്തില്, അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ തോട്ടിലേക്ക് മലിനമായ വസ്തുക്കൾ, അതായത് എല്ലാ സാധനങ്ങളും, തന്റെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനമെല്ലാം പുഴയിലേക്ക് വലിച്ചെറിയുന്ന ആ ശീലം ഒഴിവാക്കിയില്ലെങ്കിൽ കർശനമായ നടപടി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഉണ്ടാവുന്നതായിരിക്കും. ശക്തമായ മഴയെ തുടർന്ന് പുഴയിലൂടെ ഒഴുകിയെത്തിയ ഇല്ലിക്കഷ്ണങ്ങളാണ് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞു നിന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമായത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗണിന് സമീപമുള്ള ഓടകളിലും തോടുകളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തോടുകളിലേക്ക് മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത്. തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. രാജാക്കാട് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SNDP രാജാക്കാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ്, NRCT ശാഖ, വനിതാ സംഘം എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാറിന്റെയും സെക്രട്ടറി KS ലതീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ രാജാക്കാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെയും വനിതാ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ NRCT ശാഖ വനിതാ സംഘത്തിന്റെയും സഹകരണത്തോടെയാണ് SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഇവിടെ പഠനോപകരണങ്ങൾ ഒക്കെ എത്തിച്ചിട്ടുണ്ട്. ബുക്കുകൾ, അതുപോലെ തന്നെ കുടകൾ, ബാഗുകൾ, അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പെൻസിൽ, പേന, ബോക്സ് മുതലായ എല്ലാ വസ്തുക്കളും ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ NRCT സ്കൂളിൽ 2500 പരം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഒരു 75% വളരെ പാവപ്പെട്ട കുട്ടികളാണ്. അതിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജാക്കാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വിഷ്ണു ശേഖർ, സെക്രട്ടറി സനിൽ KR, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് രജനി തങ്കച്ചൻ, സെക്രട്ടറി വിനീത സുഭാഷ, NRCT ശാഖ പ്രസിഡന്റ് ജെയിൻ KP, NRCT ശാഖ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ, NRCT ശാഖ സെക്രട്ടറി സുനിൽ പാമ്പനച്ചാലിൽ, യൂണിയൻ കൌൺസിലർ സുജാത, ജോയിന്റ് സെക്രട്ടറി സൺലോ, കൌൺസിലർമാരായ ലതീഷ് കുമാർ, ജോബി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ SNV ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീനി, പ്രിൻസിപ്പൽ റെജി, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ആശ അജി, 5ാം വാർഡ് മെമ്പർ ശ്രീജ സനിൽ, 3ാം വാർഡ് മെമ്പർ CR രാജു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജകുമാരി MGM ITIയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ മെറിറ്റ് സ്കോളർഷിപ്പ് വിതരണം നടന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും MGM ITIയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സാമ്പത്തിക സഹായം കൈമാറിയത്. വിവിധ ഗ്രേഡുകളിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ 9 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. ഒരാൾക്ക് 40,000 രൂപ വരെയുള്ള സ്കോളർഷിപ്പാണ് വിതരണം ചെയ്തത്. മലയോര മേഖലയിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 48 വർഷത്തെ മികച്ച പാരമ്പര്യമുള്ള രാജകുമാരി MGM ITIയിലാണ് വിദ്യാർത്ഥികൾക്കായി മെറിറ്റ് സ്കോളർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചത്. പ്രമുഖ ജീവകാരുണ്യ പ്രസ്ഥാനമായ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പൂർണ്ണമായും പഠന നിലവാരം മാനദണ്ഡമാക്കിയാണ് അർഹമായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ എന്നീ ബാച്ചുകളിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ 9 പേരാണ് ഈ അധ്യയന വർഷത്തെ സ്കോളർഷിപ്പിന് അർഹരായത്. മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി 2 വർഷം സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കും. പ്രതിവർഷം ഒരാൾക്ക് 20,000 രൂപ വരെയാണ് പദ്ധതി പ്രകാരം സ്കോളർഷിപ്പായി നൽകുന്നത്. ITI ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മാനേജർ ഫാദർ ബേസിൽ K ഫിലിപ്പ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ITI സെക്രട്ടറി കുര്യൻ മാത്യു, പ്രിൻസിപ്പൽ ബ്ലസി ജോണി, PTA പ്രസിഡന്റ് PA ജോസ്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അധ്യാപകർ, ജീവനക്കാർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥാപനം വരും വർഷങ്ങളിലും വിദ്യാർത്ഥികൾക്കായി കൂടുതൽ വികസന പദ്ധതികൾ ലക്ഷ്യമിടുന്നുണ്ട്. സിറ്റി വിഷൻ, രാജകുമാരി. ഫിഫ ലോകകപ്പിന്റെ പ്രചരണാർത്ഥം ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിന് സമീപം നടന്ന പെനാൽറ്റി ഷൂട്ട് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം
KN ജോസഫ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S. സുരേഷ് വർഗീസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബേബി വർഗീസ്, ജെയിൻ അഗസ്റ്റിൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ദീപ്തി മരിയ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും BSc മാത്തമാറ്റിക്സ് പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയ അന്ന ഷാജിയെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കൈവരിച്ച അന്ന ഷാജിക്ക് KHRA ഭാരവാഹികൾ ഉപഹാരം നൽകിയാണ് ആദരിച്ചത്. രാജാക്കാട്ടിൽ നടന്ന അനുമോദന ചടങ്ങിൽ KM ജോർലി, PJ ജോസഫ്, സുനിൽ രാജീവ്, തുളസിദാസ് എന്നിവർ പങ്കെടുത്തു. അന്നയ്ക്ക് തുടർ പഠനത്തിന് ആശംസകൾ നേരുകയും ചെയ്തു. രാജാക്കാട്ടിന്റെ അഭിമാന താരമായി മാറിയ അന്നമോള് വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉന്നതമായ ഒരു വിജയം കൈവരിച്ചിരിക്കുകയാണ്. നല്ലൊരു ഭാവി ഈ കുഞ്ഞിനുണ്ടാകട്ടെ എന്നും രാജാക്കാടിന്റെ യശസ് ഈ കുഞ്ഞിനൂടെ ലോകമാകെ നിറയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് കുമളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായും പ്രദേശവാസികളുമായും ട്രാഫിക് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുമളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ കണ്ണൻ സംവദിച്ചു. സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗവും വ്യാപനവും തടയുന്നതിൽ പൊതുജനങ്ങൾ സജീവ പങ്കാളികളാകണമെന്നും സംശയാസ്പദമായ ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കണമെന്നും അറിയിച്ചു. കൂടാതെ വാഴത്തോപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ് ഇൻസ്പെക്ടർമാരായ ആതിര പവിത്രൻ, സന്തോഷ് CR, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിന്ദു, സിവിൽ പോലീസ് ഓഫീസർ സംഗീത എന്നിവരും പുറപ്പുഴ പോളിടെക്നിക്കൽ കോളേജിൽ കരിങ്കുന്നം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് പിള്ള ബിയുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ബൈജു രാമൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, പബ്ലിക് റിലേഷൻസ് ഓഫീസറായ ബിനുമോൻ എന്നിവരും മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇടുക്കി വനിതാ സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രിയ മധുസൂദനൻ, സിവിൽ പോലീസ് ഓഫീസർ റസീന എന്നിവരും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണം ഗ്രാമിന് 13,620 രൂപ, പവന് 1,08,960 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ കർശന നടപടികൾ ആരംഭിക്കുവാൻ ദേവികുളത്ത് ചേർന്ന ഉന്നതതല ഗതാഗത ഉപദേശക സമിതി യോഗത്തിൽ തീരുമാനം. 15 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണമുണ്ടായ ശേഷം നടത്തുന്ന സർവകക്ഷി യോഗങ്ങൾ പ്രഹസനമാകുന്നതായി നാട്ടുകാർ. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകാനുള്ള തീരുമാനം മാത്രമാണ് യോഗത്തിലുണ്ടാകുന്നത്. ശാശ്വത പരിഹാരമുണ്ടാകുന്നില്ലെന്നും ആരോപണം. ചിന്നക്കനാൽ 301 കോളനി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ 2002 AK ആന്റണി സർക്കാരിന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. CP മാത്യുവിന് പിന്തുണയുമായി പ്രാദേശിക CPIM നേതൃത്വം. ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് വനിതാ വിംഗ് ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനം നൽകി. ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാൻ മഫ്തിയിൽ ഉൾപ്പെടെയുള്ള പോലീസിന്റെ സേവനം നിർബന്ധമാക്കണമെന്ന വനിതാ വിംഗ് പ്രവർത്തകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.